സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ പരാതിയിൽ നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് കള്ളം? പരാതിക്കാരിയെ കണ്ടിട്ട് പോലുമില്ലെന്ന നിവിൻ പോളിയുടെ വാദം പച്ചക്കള്ളമാണെന്ന് തുറന്നടിച്ച് യുവതി രംഗത്തെത്തിയതോടെ ആരെ വിശ്വസിക്കേണ്ടി വരും? സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കിയ ലൈംഗിക അതിക്രമ പരാതിയിൽ വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവങ്ങൾ മുതൽ വിദേശത്തും സംസ്ഥാനത്തിന് പുറത്തും നടന്ന കേസുകൾ വരെയുണ്ട്. ഇതിൽ അന്വേഷണം നടത്തുക പോലീസിനെ സംബന്ധിച്ച് എത്രത്തോളം വെല്ലുവിളിയാണ്? പരാതിയും കേസും അടിക്കടി ഉയരുമ്പോൾ താരങ്ങൾ നിയമ നടപടിയുടെ നെട്ടോട്ടത്തിലാണ്. പ്രതിപട്ടികയിലേക്ക് അലൻസിൽ കൂടി വന്നതോടെ എന്തായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കം? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നിവിൻ പോളി പറയുന്നതാണോ യുവതിയുടെ വെളിപ്പെടുത്തലാണോ പച്ചക്കള്ളം? വെറും ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി ഒരു സ്ത്രീ ഇതുപോലെ വ്യാജ പരാതി ഉന്നയിക്കുമോ? നിവിനെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന യുവതി നുണപരിശോധനയ്ക്ക് വരെയും തയ്യാറാണെന്ന് പറയുന്നുണ്ട്. നിവിൻ പോളി പീഡിപ്പിച്ചുവെന്ന് ആദ്യ പരാതിയിൽ തന്നെ പറഞ്ഞിരുന്നതായും നേര്യമംഗലം സ്വദേശിനി ന്യൂസ് 18നോട് വ്യക്തമാക്കി. അതേസമയം നിവിനെതിരായ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടില്ലെന്ന് AIG ജി പൂങ്കുഴലി അറിയിച്ചു. തനിക്കെതിരെയുള്ളത് വ്യാജ ആരോപണമാണെന്ന് ചൂണ്ടിക്കാട്ടി നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് നിവിൻ പോളി. ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. ബലാത്സംഗ കേസെടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട നിവിൻ പോളി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: പരാതിക്കാരിയായ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, അവരുമായി സംസാരിച്ചിട്ട് പോലുമില്ല, അടിസ്ഥാനരഹിതമായുള്ള ആരോപണമാണിത്. ബലാത്സംഗ കേസിൽ നിയമപരമായി പോരാടുമെന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും നിവിൻ പോളി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തന്നെ അറിയില്ലെന്ന നിവിൻ പോളിയുടെ വാദം പച്ചക്കള്ളമാണെന്ന് തുറന്നടിച്ച് പരാതിക്കാരി രംഗത്തെത്തിയത്. മയക്കുമരുന്ന് കലർത്തിയ വെള്ളം നൽകിയാണ് പീഡിപ്പിച്ചത്. 2023 നവംബർ ഡിസംബർ മാസത്തിൽ ദുബായിൽ വെച്ചാണ് സംഭവം. തന്റെ കൈവശം തെളിവുകളൊന്നുമില്ല. ആ സമയത്ത് താൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നിവിൻ പോളിയുടെ കൈവശമാണിപ്പോൾ. അതുകൊണ്ടാണ് നിവിൻ പോളി ധൈര്യമായി രംഗത്ത് വന്നത്. ആരോപണം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും പരാതിക്കാരി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാനൊരു ഫ്ലോറ ക്രീക്ക് എന്ന് പറഞ്ഞ ദുബായിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഇന്റർവ്യൂവിന് പോവുകയും അവിടെ എനിക്കൊരു നല്ല അനുഭവമല്ല ഉണ്ടായത്. അതിനുശേഷം ഞങ്ങളൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പുള്ളിയുടെ ഗുണ്ടകൾ എന്നുള്ള പേരിലാണ് നിവിൻ പോളി, ബിനു, ബഷീർ, കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ട് എന്നെ ഒരു 3 ദിവസം റൂമിൽ ലോക്ക് ചെയ്ത് ശാരീരികവും മാനസികമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. എനിക്ക് ഫുഡും വെള്ളമൊന്നും തരാതെ ഇവർ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രമാണ് നമുക്ക് തന്നത്. അവിടെ നിന്നൊരു ശാരീരിക ബുദ്ധിമുട്ട്, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായതിനു ശേഷം ഹസ്ബൻഡ് അത് മനസ്സിലാക്കുകയും പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്ത് തരികയും ചെയ്തത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാനായിട്ട് എനിക്ക് പറ്റിയത്. നാട്ടിലെത്തി ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ നല്ല സമീപനമല്ല ലഭിച്ചതെന്നും ഒന്നാം പ്രതിയായ നിർമ്മാതാവിനെതിരെ അന്വേഷണം തുടങ്ങിയിട്ടില്ലെന്നും യുവതി ആരോപിച്ചു. ഞാൻ ഇതിന് കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ഹർഷിത മേഡത്തിന് ഞാനിത് മെയിൽ അയച്ച് കൊടുക്കുകയും അത് ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിക്കുകയും ചെയ്തിട്ട് അവരിതൊരു ദുബായിൽ നടന്ന സംഭവം ആയതുകൊണ്ട് ഇതിനൊരു തെളിവില്ലാത്തതുകൊണ്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരത് ഒരു നല്ല രീതിക്കല്ല കൈകാര്യം ചെയ്തത്. നമ്മൾ കള്ളത്തരം പറയുന്ന പോലുള്ള രീതിയിലാണ് അത് നമുക്ക് അനുഭവപ്പെട്ടത്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് നിവിൻ പോളിക്കെതിരായ പരാതി. ബലാത്സംഗം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഊന്നുകൽ പോലീസ് നിവിൻ പോളിക്കും മറ്റ് 5 പേർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ 6ാം പ്രതിയാണ് നിവിൻ. നിലവിൽ ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം
പ്രത്യേക അന്വേഷണ സംഘത്തിന് നിവിൻ പോളിക്കെതിരായ പരാതി കൈമാറിയിട്ടില്ലെന്ന് AIG പൂങ്കുഴലി വ്യക്തമാക്കി. അതേസമയം ലൈംഗികാതിക്രമ കേസിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് നടൻ നിവിൻ പോളി. ആരോപണങ്ങൾ കള്ളമാണെന്നും FIR റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. അതിനിടെ കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകനുമായി നിവിൻ പോളി കൂടിക്കാഴ്ച നടത്തി. കേസിന്റെ രേഖകളും വിശദാംശങ്ങളും ലഭിച്ച ശേഷമായിരിക്കും നിയമ നടപടി. ന്യൂസ് 18 കൊച്ചി. ആഭാസം എന്ന ചിത്രത്തിലെ ലൊക്കേഷനിൽ വെച്ച് നടൻ അലൻസിയർ കാണിച്ച ആഭാസത്തരം ഏറെ കോളിളക്കമുണ്ടാക്കിയതാണ്. അന്ന് മാപ്പ് പറഞ്ഞ് തടിയൂരിയ അലൻസിയർ സ്ത്രീകൾക്ക് നേരെ പതിവായി അതിക്രമം കാട്ടുന്ന ആളെന്നാണ് പുറത്തുവരുന്ന കത്തുകൾ. 2017 ബംഗളൂരുവിലെ സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയുമായി രംഗത്തെത്തിയത് യുവനടിയാണ്. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത എറണാകുളം ചെങ്ങമനാട് പോലീസ് ജാമ്യമില്ലാ വകുപ്പാണ് അലൻസിയറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ലൈംഗിക പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിൻ്റേത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കാർ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാതെ വന്നതോടെയാണ് രഞ്ജിത്തിന് അനുകൂലമായ നടപടി. അലൻസിയർക്കെതിരെ പെൺകുട്ടി നൽകിയ പരാതിയിൽ ചെങ്ങമനാട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതേയുള്ളൂ. അലൻസിയർ ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം അലൻസിയന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയുണ്ടായില്ല. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. അലൻസിയന്റെ കേസും ഇത്തരത്തിൽ താൻ നേരത്തെ തന്നെ പരാതിപ്പെട്ടതാണ്, പക്ഷേ പരാതിയിൽ വേണ്ടത്ര നടപടി ഉണ്ടായില്ല എന്ന് കാണിച്ചാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുൻപാകെ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. മുൻപ് അമ്മയുടെ ഭാരവാഹികളുമായി, പ്രത്യേകിച്ചും ഇടവേള ബാബുവുമായി ഇത് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നടത്തിയിരുന്നു. ഇത്തരത്തിൽ അലൻസിയർ തന്നോട് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്ന് പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് നടപടികൾ ഉണ്ടായില്ല. മാത്രമല്ല, അമ്മയുടെ ഭാരവാഹിയായിരുന്ന ഇടവേള ബാബു ആ സമയത്ത് പറഞ്ഞത് അലൻസിയർ മാപ്പ് പറഞ്ഞല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് നിലനിൽപ്പില്ല എന്നുള്ള തരത്തിലായിരുന്നു സംസാരിച്ചത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമുള്ള നടിമാരുടെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നതിനൊപ്പമാണ് അലൻസിയറിനെതിരെയുള്ള ഈ പരാതി വന്നത്. പെൺകുട്ടി നേരിട്ട് SITക്ക് പരാതി നൽകുകയും അതേ തുടർന്നാണ് ചെങ്ങമനാട് പോലീസ് ഇക്കാര്യത്തിൽ FIR കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. 2009 നടന്ന സംഭവമായതുകൊണ്ട് ആ കാലഘട്ടത്തിൽ IPC എന്താണോ അനുശാസിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേസെടുക്കുക. അതനുസരിക്കുമ്പോൾ 2009 നടന്ന ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമം എന്നുള്ള നിലയിലുള്ള ഈ കേസിന് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയില്ല. ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് എന്ന് പ്രോസിക്യൂഷൻ തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. 2009 നമുക്കറിയാം, പാലേരി മാണിക്യം സിനിമയുടെ ഓഡീഷനുമായി ബന്ധപ്പെട്ടാണ് ബംഗാളി നടി രഞ്ജിത്തിനെ സമീപിക്കുന്നതും ആ സമയത്താണ് തനിക്ക് രഞ്ജിത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമമുണ്ടായി എന്നൊരു പരാതി വരുന്നതും അവരൊരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത് വെളിപ്പെടുത്തുന്നതും. തുടർന്നുണ്ടായ കോലാഹലങ്ങൾക്കൊടുവിൽ ബംഗാളി നടി പരാതി നൽകുകയും രേഖാമൂലം പരാതി നൽകുകയും ഇതനുസരിച്ച് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രഞ്ജിത്തിനെതിരെ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. FIR രജിസ്റ്റർ ചെയ്ത് കേസ് ചാർജ് ചെയ്യുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് രഞ്ജിത്ത് മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പ് കൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി നീങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം പാപ്പനംകോടുള്ള സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിലെ തീപിടുത്തത്തിൽ 2 പേർ മരിച്ച സംഭവം നാടിനെ നടുക്കിയതാണ്. ഓഫീസിൽ കയറി ജീവനക്കാരിയായ വൈഷ്ണയെ തീവച്ചത് 2ാം ഭർത്താവായ
ബിനുകുമാറാണെന്ന സംശയം ബലപ്പെടുത്തുന്ന കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ബിനു വീടിന് സമീപത്ത് നിന്ന് ഓട്ടോയിൽ കയറി ഇൻഷുറൻസ് ഓഫീസിന് സമീപം ഇറങ്ങിയതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ലഭ്യമായത്. ബിനുവിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും വിവാഹമോചന നടപടികൾ നടക്കുകയായിരുന്നുവെന്നും വൈഷ്ണയുടെ സഹോദരൻ വിഷ്ണു പറഞ്ഞു. വൈഷ്ണയെ കത്തികൊണ്ട് കുത്തിയ ശേഷം തീ കൊളുത്തി കൊന്നതാകാമെന്നാണ് പോലീസ് നിഗമനം. മരിച്ച രണ്ടാമത്തെയാൾ ബിനുവാണോ എന്ന് DNA പരിശോധനയുടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ബിനുവിൽ നിന്ന് വൈഷ്ണയ്ക്ക് ഭീഷണിയുണ്ടായിരുന്നെന്ന സഹോദരൻ വിഷ്ണു പറഞ്ഞു. ഭീഷണി ഉണ്ടായിരുന്നു. ഭീഷണി ഇൻ ദ സെൻസ് അവള് 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ ഇൻഷുറൻസ് ഇപ്പം കത്തി നശിച്ചില്ലേ, അവിടെ തന്നെ 2-3 പ്രാവശ്യം പുള്ളി പോയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ അവസാനം ഒരു പ്രാവശ്യം നിയമം പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം കേസുമായിട്ടുണ്ട്. അതിപ്പോൾ ഒരു 5 മാസം കൂടുതലായി. ഒഫീഷ്യലി ഡിവേഴ്സിന്റെ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തൊരു മാസം കൂടെ ആകുമ്പോൾ ഡിവേഴ്സ് പൂർത്തിയാവുമായിരുന്നു. പുള്ളി ഒരു പ്രാവശ്യം ഓഫീസിൽ വന്നിട്ട് ഇവളുടെ മൊബൈലൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് പാപ്പനംകോട്ടെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഏജൻസി ഓഫീസിൽ തീപിടുത്തമുണ്ടായത്. വൻ പൊട്ടിത്തെറി കേട്ടെന്നും പിന്നാലെ സ്ഥാപനത്തിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ടുവെന്നുമാണ് സമീപവാസികളുടെ മൊഴി. തുടർന്ന് തീ അണച്ചതോടെയാണ് കത്തി നശിച്ച സ്ഥാപനത്തിനുള്ളിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരിച്ചവരിൽ ഒരാൾ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശിനി വൈഷ്ണയാണെന്ന പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വ്യക്തമായി. രണ്ടാമത്തെയാൾ പുരുഷനാണെന്ന് മനസ്സിലായെങ്കിലും ആരെന്ന് തിരിച്ചറിയാനായിട്ടില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തീപിടുത്തം ആസൂത്രിതമെന്ന സംശയത്തിലേക്ക് പോലീസ് എത്തിയത്. രാവിലെ വൈഷ്ണയുടെ രണ്ടാം ഭർത്താവ് തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി ബിനുകുമാർ സ്ഥാപനത്തിലെത്തി ബഹളമുണ്ടാക്കിയെന്ന സംശയമുണ്ടായതോടെ പോലീസ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഇയാളെ കാണാനില്ലെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുമുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇതോടെ കൊല്ലപ്പെട്ട രണ്ടാമത്തെയാൾ ബിനുകുമാർ തന്നെയാണോ എന്ന സംശയത്തിലാണ് പോലീസ്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ മൃതദേഹം ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മരിച്ചത് ബിനുവാണോ എന്ന DNA പരിശോധനയിലൂടെ ഉറപ്പിക്കാനാണ് പോലീസ് ശ്രമം. സ്ഥാപനത്തിൽ നിന്ന് ഒരു കത്തിയും ഒഴിഞ്ഞ കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട്. വൈഷ്ണയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോളോ മണ്ണെണ്ണയോ ഉപയോഗിച്ച് തീ കൊളുത്തിയതാകാം എന്നാണ് പോലീസ് കരുതുന്നത്. ബിനു വീടിന് സമീപത്തു നിന്നും ഓട്ടോറിക്ഷയിൽ കയറി ഇൻഷുറൻസ് ഓഫീസിന് സമീപം ഇറങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ ബിനു ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളും കേസിൽ നിർണായകമാണെന്നാണ് സൂചന. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആദ്യ ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്ന വൈഷ്ണയോടൊപ്പം 4 വർഷം മുൻപാണ് ബിനുകുമാർ താമസം ആരംഭിച്ചത്. ബിനു ഉപദ്രവിക്കുന്നത് പതിവായതോടെ ഇയാളുമായി അകന്നു കഴിയുകയായിരുന്നു. ഇത് സംബന്ധിച്ച് 6 മാസം മുൻപ് നേമം പോലീസിൽ വൈഷ്ണ പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കെതിരായ പരാതി അവിടുത്തെ പ്യൂണിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ PV അൻവറിന്റെ പ്രതികരണം ഇതാണ്. പോലീസിൽ ഏറ്റവും കരുത്തനെതിരെ കീഴുദ്യോഗസ്ഥർ തന്നെ പരാതി അന്വേഷിച്ചാൽ നീതിയുക്തമാകുമോ കാര്യങ്ങൾ? അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുന്ന സംഘത്തിലെ 5-ൽ 4 പേരും ADGPയുടെ കീഴുദ്യോഗസ്ഥരാണ്. DGPയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. PV അൻവറിന്റെ ആരോപണങ്ങളെല്ലാം സമഗ്രമായി അന്വേഷിക്കണമെന്ന് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MR അജിത് കുമാറിനെതിരായ പരാതി അന്വേഷിക്കുന്ന IG സ്പർജൻ കുമാർ, തൃശൂർ DIG തോംസൺ ജോസഫ്, SP-മാരായ S മധുസൂദനൻ, A ഷാനവാസ് എന്നീ 4 പേരും ADGPക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. 2 പേർ ADGPക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടവരും. പോലീസ് മേധാവി അതിന്റെ മേൽനോട്ടം മാത്രമാണ് നിർവഹിക്കുക. തനിക്കെതിരായ അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്ന കൂടിയാലോചനയിൽ അജിത് കുമാർ പങ്കെടുത്തതായും വിവരമുണ്ട്.
അന്വേഷണ തലവൻ സംഘത്തിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതാണ് സാധാരണ രീതി. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സംഘത്തിലെ അംഗങ്ങളെയും നിശ്ചയിച്ചത്. വിമർശനങ്ങൾക്കിടെ അന്വേഷണ സംഘം യോഗം ചേർന്നെങ്കിലും കാര്യമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. DGPയുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേർന്ന് അന്വേഷണം ഏതൊക്കെ ദിശയിലേക്ക് പോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. എന്തൊക്കെ തരത്തിലുള്ള അന്വേഷണ രീതികൾ അവലംബിക്കണം, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും യോഗത്തിലെ പ്രധാന ചർച്ച. അതേസമയം ADGPയെ മാറ്റി നിർത്താതെ അന്വേഷണം തുടരുന്നതിലുള്ള അതൃപ്തി PV അൻവർ പങ്കുവച്ചു. അജിത് കുമാറിനെ മാറ്റുന്ന കാര്യം സർക്കാരും മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത്. ഹെഡ്മാസ്റ്റർക്കെതിരായ പരാതി പ്യൂണല്ല പരിശോധിക്കേണ്ടതെന്നും അൻവർ കുറ്റപ്പെടുത്തി. ഹെഡ്മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു, വളരെ സീരിയസ് ആയ പരാതി ഹെഡ്മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? അല്ല, അതിപ്പോ ഇന്ന് തന്നെ അത് നടക്കണം. ഇന്നലെയല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ. ഇത് പഠിക്കണ്ടേ? അതിന്റെ പ്രൊസീജിയർ ഇല്ലേ? അത് പഠിക്കേണ്ടവരങ്ങനെയാണ്. താങ്കൾ പറഞ്ഞ പോലെയാണ്, പിയൂണും ക്ലർക്കുമാരും ചേർന്നാണ് ഹെഡ്മാസ്റ്ററിനെതിരെ. അങ്ങനെയല്ലേ? നിങ്ങൾക്കില്ല തിരക്ക്, എനിക്ക് ആ കാര്യത്തിലില്ല. എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. PV അൻവറിന്റെ നീക്കങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് CPM സംസ്ഥാന സെക്രട്ടറിക്കും അൻവർ നൽകിയത് P ശശിയെ ലക്ഷ്യമിട്ടെന്നാണ് സൂചന. അതിനിടെ മുൻ മലപ്പുറം SP സുജിത് ദാസിനെതിരെ ആരോപണവുമായി കൂടുതൽ പേർ രംഗത്തെത്തി. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുജിത് ദാസ് പ്രതികളിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ആരോപണം. പണം നൽകാത്തവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നും 3 വർഷം കഴിഞ്ഞിട്ടും കേസിൽ കുറ്റപത്രം നൽകിയിട്ടില്ലെന്നും പ്രതികൾ ആരോപിക്കുന്നു. കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പേരിൽ നിന്ന് പണം കൈക്കലാക്കാൻ വേണ്ടിയാണ് ഇതുവരെയും കുറ്റപത്രം നൽകാത്തതെന്നാണ് ആക്ഷേപം. മലപ്പുറത്ത് യുവതി നൽകിയ പീഡന പരാതിയെ തുടർന്നുള്ള അന്വേഷണം ചെന്നെത്തിയത് അവയവ മാഫിയയിലെ കണ്ണികളിലേക്കാണ്. സംഭവത്തിൽ മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ ശശി, നജ്മുദ്ദീൻ എന്നിവർ പോലീസിന്റെ പിടിയിലായി. അവയവം ദാനം ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു വന്ന യുവതിയെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവയവ മാഫിയയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന രേഖകൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. ലൈംഗിക അതിക്രമത്തിന് ഇരയായ യുവതി നൽകിയ പരാതിയിലാണ് വർക്കല പോലീസ് അന്വേഷണം നടത്തിയത്. രണ്ടാഴ്ച മുൻപ് കടക്കാവൂർ സ്വദേശിയായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വർക്കല ACP ദീപക് ധൻകറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അവയവക്കടത്ത് മാഫിയയിലെ കണ്ണികളെ പിടികൂടിയത്. മലപ്പുറം വളാഞ്ചേരി കൊട്ടാരം സ്വദേശി ശശി, കിഴക്കേക്കര സ്വദേശി നജ്മുദ്ദീൻ എന്നിവരെ വളാഞ്ചേരി പോലീസിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. അവയവം കൈമാറാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു വന്ന യുവതിയെ ഇവർ പീഡനത്തിനിരയാക്കുകയായിരുന്നു. യുവതി നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് സംസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവ മാഫിയയെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവയവ മാഫിയയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന രേഖകൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. പ്രമുഖ ആശുപത്രികളും വ്യക്തികളും ഉൾപ്പെട്ട രേഖകളാണ് ലഭിച്ചിരിക്കുന്നത്. അവയവക്കടത്ത് സംസ്ഥാനത്ത് വ്യാപകമാണെന്ന ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളാണ് പോലീസിന് കണ്ടെത്താനായത്. അതീവ രഹസ്യമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് മാഫിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നത്. കൊല്ലം, മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇനിയും കണ്ണികളെ പിടികൂടാനുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ, ആറ്റിങ്ങൽ.
പൊതുസ്ഥലത്തും ഹോട്ടലിലുമൊക്കെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ പതിവ് കാഴ്ചയാണ്. മലപ്പുറത്ത് ഭക്ഷണം പാഴ്സൽ വാങ്ങാനെത്തിയ യുവാക്കളുടെ ആക്രമണത്തിൽ ഹോട്ടൽ ഉടമയടക്കം 3 പേർക്ക് പരിക്കേറ്റു. തിരൂർ മൂച്ചിക്കലിൽ ഹോട്ടലിൽ കയറിയാണ് ആക്രമണം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. മൂച്ചിക്കലിൽ ഹോട്ടലിൽ കയറി കടയുടമയടക്കം 3 പേരെ ആക്രമിച്ച് 2 പേരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. താനാളൂർ മീനടത്തൂർ സ്വദേശി പോരാത്ത് അജയ് കൃഷ്ണൻ, മൂച്ചിക്കൽ സ്വദേശി മേനോത്തിൽ ഹരികൃഷ്ണ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭക്ഷണം പാഴ്സൽ വാങ്ങാനെത്തിയ യുവാക്കളുടെ ആക്രമണത്തിൽ ഹോട്ടൽ ഉടമയടക്കം 3 പേർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 തിരൂർ മൂച്ചിക്കലിൽ പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എന്ന സ്ഥാപനത്തിലാണ് അക്രമമുണ്ടായത്. 2 പേരുണ്ട്. അവര് ഫുഡ് കഴിക്കാന്നുള്ളതിൽ വന്ന് പിന്നെ അവർ തമ്മിൽ 2 ആളും മദ്യപിച്ചിട്ടുണ്ട്, നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. പിന്നെ അവർ തമ്മിൽ പ്രശ്നമായി. അതിൻ്റെ ഇടയിൽ പിന്നെ ആദ്യം അവൻ എന്നെ അടിച്ച്, പിന്നെ എൻ്റെ സുഹൃത്ത് തന്നെയാണ് കട ഷോപ്പിലുള്ള ആളാണ്, ഓനടിച്ച് കസാര എടുത്തിട്ടാണ് അടിച്ചത്. പിന്നെ കടയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിച്ച്, നമ്മൾ ഡിസ്പ്ലേ വെക്കുന്ന ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് ഗ്യാസ് കുറ്റി ഊരിയിട്ടാണ് അവ എടുത്ത് അടിച്ചിട്ട് അതൊക്കെ പൊട്ടിച്ച് അമർത്തിയിട്ട്. നാട്ടുകാർ പറഞ്ഞാൽ അവൻ പൊതുവെ ഇങ്ങനെ പ്രശ്നക്കാരനാണ്, അവിടെ മൂച്ചിക്കൽ തന്നെയുള്ള ആളാണ്. യുവാക്കൾ തമ്മിലാണ് ആദ്യം വാക്കേറ്റമുണ്ടായത്. പിന്നീട് ഹോട്ടൽ ജീവനക്കാർക്ക് നേരെ തിരിയുകയായിരുന്നു. ആക്രമണത്തിൽ ഹോട്ടൽ ഉടമ താനൂർ കാട്ടിലങ്ങാടി സ്വദേശി മുല്ലക്കാനത്ത് അസീസ്, ജീവനക്കാരനായ പുത്തൻതെരുവ് സ്വദേശി മമ്മിക്കാനകത്ത് ജാഫർ എന്നിവർക്കും ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു യുവാവിനുമാണ് പരിക്കേറ്റത്. ന്യൂസ് 18 തിരൂർ. പെൺമക്കളെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നത് ഏതൊരച്ഛൻ്റെയും വലിയ സ്വപ്നമാണ്. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ട സാമ്പത്തികം കണ്ടെത്താനുള്ള നെട്ടോട്ടമാകും. അങ്ങനെ ഇരിക്കെയാണ് മലപ്പുറം പൊന്നാനിയിലെ ഒരു വീട്ടിൽ വലിയ ദുരന്തം സംഭവിച്ചത്. കഴിഞ്ഞ പുലർച്ചെ വീടിന് തീപിടിച്ച് 3 പേർ മരിച്ചു. പൊന്നാനി സ്വദേശി മണികണ്ഠൻ, അമ്മ സരസ്വതി, ഭാര്യ റീന എന്നിവരാണ് മരിച്ചത്. മക്കൾ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലാണ്. മകളുടെ വിവാഹാവശ്യത്തിന് പണം കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തെന്നാണ് നിഗമനം. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. പൊന്നാനിക്കടുത്ത് മാറഞ്ചേരി പുറങ്ങിൽ സ്വദേശി മണികണ്ഠൻ വീട്ടിലെ കിടപ്പുമുറിക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് വീട്ടിലുള്ളവരെ പുറത്തെടുത്തത്. വീട്ടിലുണ്ടായിരുന്ന മണികണ്ഠൻ, ഭാര്യ റീന, മക്കളായ അനിരുദ്ധൻ, നന്ദന, മണികണ്ഠൻ്റെ അമ്മ സരസ്വതി എന്നിവരെ ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കകം മണികണ്ഠനും ഭാര്യയും അമ്മയും മരിച്ചു. മക്കൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇവിടുന്ന് ഒരു കരിഞ്ഞ മണം വന്നിരുന്നു. പിന്നെ ശബ്ദം കേട്ടപ്പോൾ അവൾ അയൽവാസി ഫോൺ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, വേഗം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അയൽവാസി ഓടിച്ചപ്പോഴേക്കും ഇവിടെ ആൾക്കാരൊക്കെ എത്താൻ തുടങ്ങി. നോക്കുമ്പോൾ എല്ലാവരും കത്തിയിട്ട് അവിടെ ഇവിടെയായിട്ട് കിടക്കണം. വീടിന് തീപിടിച്ചതാകാമെന്നാണ് ആദ്യം പോലീസ് കരുതിയത്. എന്നാൽ പിന്നീട് സംഭവം ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് മണ്ണെണ്ണക്കുപ്പിയും പെട്രോൾ കുപ്പിയും കണ്ടെത്തിയതോടെയാണ് സംശയം ബലപ്പെട്ടത്. പരിശോധനയിൽ മണികണ്ഠൻ കിടന്ന മുറിയിലാണ് തീ ആദ്യം പിടിച്ചതെന്ന് മനസ്സിലായി. സ്വന്തം മുറിയിലെ കട്ടിലിന് തീയിട്ട ശേഷം മണികണ്ഠൻ മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു. തീ ആളിപ്പടർന്നതോടെ മറ്റുള്ളവർക്കും പൊള്ളലേറ്റു. പപ്പട കച്ചവടക്കാരനായ മണികണ്ഠന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പാണ് മകൾ നന്ദനയുടെ വിവാഹം ഉറപ്പിച്ചത്. വിവാഹത്തിനായി പണം കണ്ടെത്താൻ മണികണ്ഠൻ ബുദ്ധിമുട്ടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. തിരൂർ. ആരാധനാലയങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് കവർച്ച നടത്തുന്ന കള്ളനാണ് ദാസൻ എന്ന മുത്തു. മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശിയായ ഇയാൾ നിരവധി ക്ഷേത്രങ്ങളിലും പള്ളികളിലും കവർച്ച നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം
താനൂരിലെ ക്ഷേത്രത്തിലും പള്ളിയിലും ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം താനൂർ പോലീസ് പിടികൂടി. മോഷണം കഴിഞ്ഞ ഉടൻ പാലക്കാട്ടേക്ക് മുങ്ങിയ പ്രതിയെ അവിടെ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച പുലർച്ചെയാണ് താനൂർ ശോഭാപറമ്പ് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലും മോഷണം നടന്നത്. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്ന മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം താനൂർ പോലീസ് പിടികൂടി. കരുവാരക്കുണ്ട് പുൽവെട്ട സ്വദേശി ചാലപ്പറമ്പത്ത് ദാസൻ എന്ന മുത്തുദാസനാണ് പിടിയിലായത്. ക്ഷേത്രത്തിലെയും പള്ളിയിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത്. 2 സ്ഥലങ്ങളിലെയും CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. മോഷണം കഴിഞ്ഞ ഉടൻ ഇയാൾ പാലക്കാട്ടേക്കാണ് മുങ്ങിയത്. ഇവിടെ റെയിൽവേ സ്റ്റേഷനടുത്ത് ലോഡ്ജിൽ മുറിയെടുത്ത് കഴിയുന്നതിനിടെയാണ് പ്രതി പോലീസ് പിടിയിലായത്. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ കുടുക്കിയത്. മുൻപ് ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പ്രതി 5 മാസം മുൻപാണ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. പ്രതിയെ ശോഭാപറമ്പ് ക്ഷേത്രത്തിലും നടക്കാവ് പള്ളിയിലും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 തിരൂർ. ATMിൽ നിറയ്ക്കാനായി കൊണ്ടുവരുന്ന പണം കവർച്ച ചെയ്ത നിരവധി സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കാസർഗോഡ് ഉപ്പളയിൽ ഇങ്ങനെ എത്തിച്ച 1/2 കോടിയോളം രൂപയാണ് പട്ടാപ്പകൽ കവർന്നത്. കേസിൽ പ്രതിയെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുട്ടുഗ്രാമം സ്വദേശി മുത്തുകുമാരനാണ് പിടിയിലായത്. സംഭവത്തിൽ തിരുട്ടുഗ്രാമം സ്വദേശികളായ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഉപ്പളയിൽ ATMിൽ നിറയ്ക്കാനായി കൊണ്ടുവന്ന 1/2 കോടി രൂപ അടങ്ങിയ ബോക്സ് പട്ടാപ്പകൽ കവർച്ച നടത്തിയ കേസിലാണ് ഒരു പ്രതി അറസ്റ്റിലായത്. തമിഴ്നാട് തിരുട്ടുഗ്രാമം സ്വദേശി മുത്തുകുമാരനെയാണ് തിരുച്ചിറപ്പള്ളി രാംജി നഗറിൽ വെച്ച് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാർച്ച് 27 ഉച്ചയ്ക്ക് 2 മണിയോടെ ഉപ്പള നഗരത്തിലാണ് സംഭവം. ആക്സിസ് ബാങ്കിന്റെ ATMിൽ നിറയ്ക്കാൻ പണം കൊണ്ടുവന്ന സ്വകാര്യ കമ്പനിയുടെ വാനിന്റെ ഗ്ലാസ് പൊട്ടിച്ച് 1/2 കോടി രൂപയടങ്ങിയ ബോക്സ് എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. ജീവനക്കാരും ഡ്രൈവറും ATMിൽ പണം നിറയ്ക്കാൻ കയറിയപ്പോഴാണ് സംഭവം. വാൻ ATMിന്റെ മുന്നിൽ നിർത്തിയിട്ട ശേഷം കൗണ്ടറിൽ കയറി ATM ബോക്സ് ക്രമപ്പെടുത്തുന്നതിനിടയിലാണ് കവർച്ച നടന്നത്. വാനിന്റെ സീറ്റിലായിരുന്നു പണമടങ്ങിയ ബോക്സ്. സംഭവ സമയം വാഹനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല. ATMിൽ പണം നിറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ തോക്കുമേന്തി സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടാകണമെന്നാണ് ചട്ടം. സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നെ ഇല്ലാത്തത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാട്ടിയിരുന്നു. സമീപത്തെ കടകളിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. യുവാവായ ഒരാൾ പണമടങ്ങിയ പെട്ടിയുമായി പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കേസിൽ തിരുട്ടുഗ്രാമം സ്വദേശികളായ 2 പേർ കൂടി ഇനി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇവർക്കായി അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. അഭിഭാഷകനെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ ആലത്തൂർ മുൻ SI VR റിനീഷിനെതിരെ ഹൈക്കോടതി നടപടി. 2 മാസം വെറും തടവ് വിധിച്ച കോടതി ശിക്ഷ നടപ്പാക്കുന്നത് 1 വർഷത്തേക്ക് മരവിപ്പിച്ചു. മലപ്പുറം ഏറനാട് ചുട്ടിയമ്പാറയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് സർക്കാർ കുടിയൊഴിപ്പിച്ച സ്ഥലത്ത് വ്യാജവാറ്റ് നിർമ്മാണം. 4 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും എക്സൈസ് കണ്ടെത്തി. പട്ടാമ്പി വല്ലപ്പുഴയിൽ 153 കിലോഗ്രാം ചന്ദനവുമായി 2 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. പിടിയിലായത് വല്ലപ്പുഴ സ്വദേശികളായ അബ്ദുൾ അസീസ്, ഹംസപ്പ എന്നിവർ. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ 63 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് ഉപ്പള സ്വദേശി അബ്ദുൾ അസീസ്.
കുട്ടിക്കാലത്ത് അമ്മയെ നഷ്ടപ്പെട്ട ഒട്ടേറെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെ അമ്മയുടെ സ്നേഹവും കരുതലും നൽകി പൊന്നുപോലെ വളർത്തുന്ന അച്ഛന്മാരെയും നമുക്കറിയാം. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, തിരുവനന്തപുരത്ത് 1.5 വയസ്സുള്ളപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ദുരിതകഥയെക്കുറിച്ച് കേൾക്കാൻ കഴിയും. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ പിതാവ് അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഇങ്ങനെ 10 വർഷത്തോളം പീഡനം തുടർന്നു. കഴിഞ്ഞ വർഷം 15-ാം വയസ്സിലാണ് പെൺകുട്ടി പിതാവ് പീഡിപ്പിക്കുന്ന വിവരം ക്ലാസ് ടീച്ചറോട് പറഞ്ഞത്. കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ച ദിവസമാണിത്. മകളെ ലൈംഗികമായി പീഡിപ്പിച്ച ആ വെറുക്കപ്പെട്ട മനുഷ്യന് മരണം വരെയും കഠിന തടവാണ് ശിക്ഷ. കുഞ്ഞുങ്ങളെ ലൈംഗികമായി വേട്ടയാടുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് തിരുവനന്തപുരം പോക്സോ കോടതിയുടെ വിധി. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.